നമസ്തേ. വനമലർ കൊയ്യുന്നതിനെക്കുറിച്ചും വനമലർ കൊയ്യുന്നതിനെക്കുറിച്ചുമാണ് ഇന്നലെ പറഞ്ഞു വന്നത്. അപ്പോൾ അർച്ചന ചെയ്യുന്ന കാര്യത്തില് അർച്ചനോടുള്ള കാര്യത്തില് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് സാമാന്യമായിട്ട് പറഞ്ഞു. അപ്പം വനമലർ കൊയ്യുക എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ ഒരുവനെ സാധിച്ചാൽ പിന്നെ മറ്റൊരു കർമ്മം ചെയ്യേണ്ടെന്നും അത് സാധിക്കാത്തവർക്ക് പുഷ്പങ്ങൾ ഇറുത്ത് ഭഗവാന്റെ പാദങ്ങളിൽ അർച്ചന നടത്തണമെന്നും പറഞ്ഞു. വനമലർ എങ്ങനെയാ കൊയ്യുന്നത്? അല്ല, മനസ്സിനെ എങ്ങനെയാണ് ഇറുത്തെടുത്ത് ഈശ്വരനെ അർച്ചന ചെയ്യുന്നത്? മനസ്സ് ഇറുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ വിഷയചിന്തകളിൽ നിന്ന് വിമുക്തമാക്കിയിട്ട് ഈശ്വര ചിന്തയിലേക്ക് നയിക്കുക. മനസ്സിനെ ഈശ്വരോന്മുഖമാക്കുക. ഇതാണ് ആ വാക്കിന്റെ താത്പര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് മനസ്സിനെ നിർത്താൻ, നമ്മൾ ചിന്തിക്കുന്നിടത്ത്, നമ്മൾ വിചാരിക്കുന്നിടത്ത് മനസ്സിനെ നിർത്താൻ സാധിക്കുമോ ശ്രമിക്കുക. അതിന് അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്, ആചാരങ്ങൾ ആവശ്യമാണ്, അതിന് അല്പം പ്രവൃത്തിയും ആവശ്യമാണ്. എന്നുവെച്ചാൽ അത് അനായാസം കിട്ടുന്നതല്ല. അനായാസമാണ് ഒരു തരത്തിൽ, എങ്കിലും അല്പം ആയാസം അതിന് എടുക്കേണ്ടി വരും. എങ്ങനെ? അതിന് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം. ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ മനസ്സിലെ അന്ധഃകരണത്തിൽ ഒളിച്ചിരിക്കുന്ന വാസനകൾ വളരെയധികം സ്വാധീനം ഓരോ ജന്മത്തിലും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ജന്മവാസനകളൊക്കെ ഏതൊരു ജീവനെയും ബന്ധത്തിലും ബന്ധനത്തിലുമൊക്കെ കൊണ്ടെത്തിക്കാം. അവിടെ മനസ്സിനെ വിഷയവാസനകൾ കുറച്ചെങ്കിലുമൊക്കെ നശിക്കാവുന്ന രീതിയിൽ ഉള്ള അറിവ് സമ്പാദിക്കുക. അവിടെ ജ്ഞാനാഗ്നി കൊണ്ട് ഇത്തരം വാസനകൾ നശിച്ചു പോകത്തുള്ളൂ. ജ്ഞാനാഗ്നി സർവകർമാണം ഭസ്മസാത് കുരുതേ. ജ്ഞാനമാകുന്ന അഗ്നി എല്ലാറ്റിനെയും ഇല്ലാതാക്കും. അപ്പൊ ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മീകരിക്കും, ഭസ്മമാക്കി തീർക്കും. അങ്ങനെ ജ്ഞാനമാകുന്ന അഗ്നിയെ ഉള്ളിൽ ജ്വലിപ്പിക്കുവാൻ സാധിച്ചാൽ ആ വ്യക്തി ജ്ഞാനസ്വരൂപനായിട്ട് ഈശ്വരന്റെ യഥാർത്ഥ മഹിമാതിരേകം ഈശ്വരഭാവം അറിഞ്ഞ് ആ ഈശ്വരനോട് ചേരുന്ന അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുക. ഇപ്പൊ ഞാനും ഈശ്വരനും ഒന്നാണെന്നുള്ള അറിവാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു അറിവുണ്ടായി, ജ്ഞാനമുണ്ടായി, ആ ജ്ഞാനം മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിലെ അന്ധകരണത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ജന്മാന്തരങ്ങളായിട്ട് വന്നു ചേർന്നിരിക്കുന്ന സദ്വാസനകളെയും ദുർവാസനകളെയും എല്ലാം അത് കരിച്ചു കളയുന്നു. ഭസ്മസാത് കുരുതേ. ഭസ്മീകരിക്കപ്പെടുമ്പോൾ നല്ലതും ചീത്തയും എല്ലാം അവിടെ കരിക്കപ്പെടും. ജ്ഞാനാഗ്നി എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന എന്ന ഗീതാവചനം സ്മരിക്കുക. ജ്ഞാനാഗ്നി സർവകർമാണാം ഭസ്മസാത്. എല്ലാ കർമ്മങ്ങളെയും, അവിടെ സത്കർമ്മങ്ങളിൽ നിന്നും ദുഷ്കർമ്മങ്ങളിൽ നിന്നുമുള്ള വേർതിരിവില്ല. അതെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ അന്ധകരണം നിൽബാലൻസ് പോലെ വരുമ്പോൾ, ശുദ്ധമായി വരുമ്പോൾ അവിടെ മോക്ഷം മായ മന്ത്രങ്ങൾ കൊണ്ട് ഉരുവിടുമ്പോൾ മായ മാറിക്കിട്ടുന്നത് പോലെ ഇവിടെ ഇതാ ജ്ഞാനസൂര്യന്റെ പ്രകാശമടിക്കുമ്പോൾ അജ്ഞാനാന്ധകാരം ഇല്ലാതായി അവിടെ വിജ്ഞാനത്തിന്റെ സൂര്യൻ ഉദിച്ച് പ്രകാശിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പൊ ആ ജ്ഞാനാഗ്നി നേടുന്ന ഒരു വ്യക്തിയാണ് വനമലര് കൊയ്യാൻ പ്രാപ്തനായിട്ട് തീരുന്നത്. അപ്പൊ മനസ്സ് വിഭിന്നമായ രീതികളിലുള്ള ചിന്തകളുടെ ഒരു പ്രവാഹമാണ്. ഓരോന്ന് ചിന്തിക്കുമ്പോഴും മനസ്സ് ആ തരത്തിൽ വരുന്നു. തേങ്ങയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തേങ്ങയുടെ രൂപത്തിലും, മാങ്ങയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാങ്ങയെക്കുറിച്ച് രൂപത്തിലും, ആനയെ വിചാരിക്കുമ്പോൾ ആനയുടെ രൂപത്തിലും മനസ്സ് നിൽക്കുകയാണ്. ഇപ്പൊ ചിന്തയുടെ ഒരു പ്രവാഹമാണ് മനസ്സ്. ആ ചിന്തയെ ഈശ്വരീയമാക്കുക. അതിനാണ് സഗുണാരാധന ആദ്യം വയ്ക്കുന്നത്. ആദ്യം ഈശ്വരന്റെ ഒരു രൂപമൊക്കെ സങ്കല്പിച്ച് മുമ്പോട്ട് പോകുന്ന കാര്യം നമുക്ക് വഴിയെ കാണാം. അത്തരത്തിൽ ഈശ്വരനെ
നിരന്തരം സ്മരിക്കുക, ഈശ്വര സ്മരണ, മുമ്പേ പറഞ്ഞ വിഷ്ണു സ്മരണമൊക്കെ അതിന് വേറെ ഏറെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് അന്ധകരണത്തിലേക്ക് എഴുതി വിടുമ്പോൾ അവിടെ പാപങ്ങളൊക്കെ എഴുതി വീഴ്ത്തപ്പെടും. എൻ പാപം എയ്വതിനൊരമ്പായിടുന്ന അറിവ്. പാപങ്ങൾ എന്നവിടെ പറയുന്നത് പുണ്യപാപങ്ങൾ രണ്ടും വന്നു കഴിഞ്ഞു. അപ്പൊ എൻ്റെ പാപങ്ങളെയും പുണ്യങ്ങളെയും ഒക്കെ എയ്യാനുള്ള അമ്പെന്ന് പറയുന്നത് അറിവാണ്, ജ്ഞാനമാണ്, ഈശ്വരജ്ഞാനമാണ്. അപ്പൊ ആ അറിവ് കൊണ്ട് പുണ്യപാപങ്ങളാകുന്ന രണ്ടിനെയും എയ്തു വീഴ്ത്തി അന്ധക്കരണം ശുദ്ധമാക്കി കഴിഞ്ഞാൽ ആ അന്ധക്കരണത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ജഗതീശ്വരൻ അത്യുജ്വലമായിട്ട് പ്രകാശിക്കാനുള്ള അവസരമുണ്ടാകും. അപ്പോഴാണ് 1 കോടി ദിവാകരർ ഒത്തുയരും പടി എന്ന് പറയുന്നത് പോലെയും 10,000 ആതിഥേയരൊന്നായി വരുന്നത് പോലെ എന്ന രീതിയിലും ഒരുവന്റെ ഉള്ളിലെ ഈശ്വരൻ പ്രകാശിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈശ്വരപ്രകാശം കിട്ടുക, ഈശ്വരപ്രകാശം ലഭിക്കുക, ഈശ്വരാനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ് ഓരോ ജീവന്റെയും ലക്ഷ്യം, പരമലക്ഷ്യമായി തീരേണ്ടത്. അങ്ങനെ ആ പരമലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ജീവൻ വാസ്തവത്തിൽ. ഈ മനമലര് എന്നെങ്കിലും കൊയ്യാൻ നമുക്ക് പ്രാപ്തി ഉണ്ടായി വന്നാൽ ജീവിത സാഫല്യമുണ്ടായി. അത് അത്ര വേഗം വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജന്മജന്മാന്തരങ്ങളായി അനുഭവിച്ച അല്ലെങ്കിൽ സ്വരുക്കൂട്ടിയ കർമ്മവാസനകൾ അങ്ങനെ കിടക്കുകയാണ്. സഞ്ചിത കർമ്മങ്ങൾ എന്നതിന് പറയും. സഞ്ചിതമായിട്ടുള്ള കൂട്ടിക്കിടക്കുന്ന കർമ്മഫലങ്ങൾ, എത്ര ജന്മം മനുഷ്യനായി തീർന്നതും കൃമിയായിട്ട് തീർന്നതും കീടങ്ങളായിട്ട് തീർന്നതുമായിട്ടുള്ള ജീവജാലങ്ങളായിട്ട് ശരീരം സ്വീകരിച്ചപ്പോഴൊക്കെ അവിടെ ഉണ്ടായ ജന്മവാസനകളെല്ലാം അങ്ങനെ കൂടിക്കിടക്കുകയാണ്, അടിഞ്ഞുകൂടിക്കിടക്കുകയാണ്. അവിടെ നിന്ന് അതിനെ ഒന്ന് മോചിപ്പിക്കുക, ആ ജന്മവാസനകളെ ഇല്ലാതാക്കുക ഇത്തിരി പ്രയാസമാണ്, പക്ഷെ ശ്രമിച്ചേ പറ്റൂ. അപ്പം ആ കർമ്മവാസനകൾ ഉന്മൂലനം ചെയ്യണമെങ്കിൽ അതിനേറ്റവും നല്ലത് ഗുരുവാക്യങ്ങൾ കേട്ടുകൊണ്ട് ആ തരത്തിൽ ഒരു ചരണം, ഗുരുചരണം ശരണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഗുരു ഇവിടെ ഇതാ കരുണാഭാവത്തിൽ പറയുകയാണ്, മനസ്സിനെ ഒന്ന് ഒതുക്കാൻ, മനസ്സിനെ ഒരു നല്ല ഭാവത്തിൽ എത്തിക്കാനുള്ള പരിശീലനം കൊടുക്കണമേ, മനമലർ കൊയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി വരാനുള്ള ശ്രമങ്ങൾ കുറച്ച് ആളുകളെങ്കിലും ചെയ്യണമേ. തൻ്റെ സന്യാസി ശിഷ്യന്മാർക്ക് ഗുരു ആ പന്ഥാവാണ് പറഞ്ഞു കൊടുത്തത്. ഗുരു മുഖം കണ്ടവര്, അറിഞ്ഞവര്, ആ ഗുരുകാരുണ്യം നേടിയ ഒരു പിടി ആളുകൾ സന്യാസി ശിഷ്യന്മാർ അന്നും ഉണ്ടായിരുന്നു. ശിവലിംഗസ്വാമിയെപ്പോലെയും ബോധാനന്ദ സ്വാമിയെപ്പോലെയും ആത്മാനന്ദ സ്വാമിയെപ്പോലെയും ഉള്ളവര് ഈ പറഞ്ഞ മനമലരിനെ കൊയ്യുവാൻ ശ്രമിക്കുകയും അതിനകത്ത് ഏറെ മുമ്പോട്ട് പോവുകയും ചെയ്ത ആളുകളാണ്. അപ്പം അതിന് ഗുരുസേവ ആവശ്യമാണ്. ഗുരുവിനെ ആരാധിക്കുന്ന തലത്തിലേക്ക് മനസ്സിനെത്തിക്കണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ ജന്മവാസനകൾ ഇല്ലാതാകുവാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് ആത്മജ്ഞാനിയായ അല്ലെങ്കിൽ ഏതാദൃശമായിട്ടുള്ള മനോഭാവത്തിലെത്തിയ ഗുരുക്കന്മാരെ പാദസേവ ചെയ്യുക, അല്ലെ ആ ഗുരുക്കന്മാരെ സേവിക്കുക എന്നുള്ളതാണ്. തദ്വിധി പ്രണിപാതന പരിപ്രശ്നേന സേവയ എന്ന് ഗീത പറയും. ഈ ആത്മജ്ഞാനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഈ അറിവുണ്ടാക്കി തരണമെങ്കിൽ അവരുടെ പാദങ്ങളെ സമാശ്രയിച്ച് അവർക്ക് വേണ്ട സേവയൊക്കെ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം. അന്നേരം അവര് വളരെ കാരുണ്യത്തോടുകൂടി ആത്മജ്ഞാനം പറഞ്ഞു തരും. അങ്ങനെ ആത്മജ്ഞാനം പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ ജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മവാസനകൾ കത്തിപ്പോവും, ഇല്ലാതായിപ്പോവും. ആ ഒരു പ്രോസസ്സാണ് ഏറ്റവും ഭംഗിയായി ഈ മനമലർ കൊയ്യാൻ വേണ്ടിയുള്ള അനുഷ്ഠാനമായിട്ട് സ്വീകരിക്കേണ്ടത്. അപ്പം അത്തരത്തിലുള്ള ഒരു കരുണാ കടാക്ഷം നൽകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇതാ തൂമന്ദഹാസവും ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നമുക്ക് ആ പാദാന്തികത്തിലേക്ക് നടന്നു ചെല്ലാം.
ഗുരുകാരുണ്യമാവോളം ലഭിക്കാൻ അവസരം ഉണ്ടാവട്ടെ. നന്ദി.